എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മോള് ക്ലാസ്സിന് പോവുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനായിട്ട് മോൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. പിന്നെ അഷ്ടമി രോഹിണി ദിവസം അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മോള് പോയതിന് ശേഷമാണ് കേട്ടോ, ഇതൊരു 7-7:30 ആയപ്പോൾ തൊട്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ വലിയ കുഴപ്പമില്ല, അതിന് ശേഷമാണ് മഴയൊക്കെ വീണത്. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു, നന്നായിട്ട് മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം. അപ്പോൾ മഴ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് സമയം പെയ്ത് അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അത് ഉപ്പുമാവായതുകൊണ്ട് ഞാനത് നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ്. ഉപ്പുമാവും പഴമൊക്കെ ആയിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്കുള്ള കറികളൊക്കെ എന്തായാലും വെക്കുമല്ലോ, അപ്പം അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് കറികളൊക്കെ ഞാൻ അടുപ്പിലാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ട്, മത്തിയായിരുന്നു കിട്ടിയത്, മത്തിക്കറി ഉണ്ട്. പിന്നെ ഞാനൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, പച്ചയ്ക്ക തോരനാണ്. പിന്നെ ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു, അപ്പം ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അനുക്കുട്ടിക്ക് മീൻകറി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണക്കച്ചെമ്മീനും കൂടെ റെഡിയാക്കി എടുത്തത്. പിന്നെ മത്തിക്കറി ഉണ്ട് കേട്ടോ, മത്തിക്കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയിട്ട മത്തിക്കറിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അധികമായിട്ടില്ല. അപ്പോൾ കൂട്ടുകാരത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കറി അടുപ്പത്ത് വെച്ചതിൻ്റെ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓണത്തിന് മുന്നേ എനിക്ക് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ഓണവിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അധികം വ്യൂസൊന്നും വന്നിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെന്നൊന്ന് കയറി കാണണേ. അപ്പോഴത്തേ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു, ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും പച്ചയ്ക്ക തോരനുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അഷ്ടമി രോഹിണി ദിവസമാണിത്, വൈകിട്ട് അമ്പലത്തിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇത് മാരാരിക്കുള്ള അമ്പലമാണ്. അപ്പോൾ അന്ന് അവിടെ ഉറിയടിയും കണ്ണനും രാധയും ഗോപികമാരും ഒക്കെ ആയിട്ടാണ് ഈ ചുരുക്കി ഒത്തിരി കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണാനൊക്കെ പറ്റി. പിന്നെ ഉറിയടി മത്സരം, പിന്നെ പ്രസാദ ഊട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ആളും ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം.
അപ്പോൾ വൈകുന്നേരം ഒരു 7-7:30 ആയ സമയത്ത് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പ്രസാദ ചോറ് കഴിച്ചിട്ടാണ് അമ്പലത്തിൽ നിന്നൊക്കെ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.